ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ശക്തി ദുർഗമായ സംസ്ഥാനങ്ങളിലൊന്നാണ് ഓറിഗൺ. 1988 ശേഷം ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടി പരാജയം എന്താണ് എന്നറിഞ്ഞിട്ടില്ല. ഓറിഗണിൽ നിന്നും രമേശ് ഔദറ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 32 വർഷങ്ങളായി ഡെമോക്രാറ്റിനെ ചതിക്കാത്ത ഓറിഗൺ ഇത്തവണയും ആ ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ നവംബർ 3 പ്രഭാതം പോളിംഗിന് വേണ്ടി സജ്ജമാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കൂടുതലും മെയിൽ ഇൻ വോട്ടിംഗ് ഫേവർ ചെയ്യുന്ന സ്റ്റേറ്റിൽ മന്ദഗതിയിൽ ആരംഭിക്കുന്ന വോട്ടെടുപ്പ് ഉച്ചയോടെ ഉച്ചസ്ഥായിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ ജോ ബൈഡന് 7 ഇലക്ടറൽ വോട്ടുകൾ ഉറപ്പിക്കാൻ ഓറിഗൺ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഡെമോക്രാറ്റിക് പക്ഷം. സർവേ ഫലങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ പ്രതീക്ഷയിൽ വിള്ളലേൽപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുമില്ല. കലാപ സാധ്യതകൾ മുന്നിൽ കണ്ട് ഓറിഗൺ ഗവർണർ കെയ്റ്റ് ബ്രൗൺ എമർജൻസി പ്രഖ്യാപിച്ച് നാഷണൽ ഗാർഡുകളെ രംഗത്തിറക്കുന്നു എന്നുള്ളത് കടുത്ത ഒരു ഇലക്ഷൻ ഘട്ടത്തിലൂടെയാണ് അമേരിക്ക ഈ കൊറോണ കാലത്ത് കടന്നു പോകുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓറിഗണിലെ പോർട്ട്ലൻഡിൽ നിന്നും ജനം TV അമേരിക്കയ്ക്ക് വേണ്ടി രമേശ് ഔദറ. ഞാൻ ശ്രീജിത്ത് ശ്രീനിവാസനിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ട്രംപിന് ജീവൻ മരണ പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പരാജയമുണ്ടായാൽ ട്രംപിൻ്റെ അവസ്ഥ എന്താകും? കാരണം നിരവധി കേസുകൾ ട്രംപിനെതിരെയുണ്ട്. അദ്ദേഹം നേരിട്ട കേസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇംപീച്ച്മെൻ്റ് ഉണ്ട്, 2 വിവാഹമോചന കേസുകളുണ്ട്, 26 ലൈംഗികാരോപണ കേസുകളുണ്ട്, 4000 മറ്റ് കേസുകൾ, അങ്ങനെ ഒട്ടേറെ കേസുകളുടെ കാര്യമാണ് ഉള്ളത്. പക്ഷേ ഈ പ്രസിഡന്റിൻ്റെ സംരക്ഷണത്തിൽ നിന്നും സംരക്ഷണ വലയത്തിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒട്ടേറെ നിയമപ്രശ്നങ്ങൾ കാത്തിരിക്കുന്നുണ്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ കഴിഞ്ഞ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, അങ്ങനെ ഒട്ടേറെ കേസുകളൊക്കെ ഉണ്ട്. $300 മില്യൺ കടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കേണ്ടി വരും. അപ്പോൾ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ അവിടെ വരുന്നുണ്ടോ പുറത്ത്? അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി ചേർത്താനുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ ചർച്ചയിൽ പങ്കെടുത്തവർ പറയണ്ടായിരുന്നു, ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ ട്രംപിന് എതിരായിട്ട് വരാം എന്നുള്ള വിലയിരുത്തലുകൾ കേട്ടു. പക്ഷെ എൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം ഇതിൽ ഇപ്പം നമ്മളൊരു ലാർജർ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം കൂടുതലായിട്ട് ഈ പാൻഡമിക് അല്ലെങ്കിൽ ഈ കൊറോണ ഇഷ്യൂ കൂടുതലായിട്ട് ആൾക്കാർ ഫേസ് ചെയ്ത്, ഇപ്പം കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നല്ല, കൂടുതലായിട്ട് ആൾക്കാർ ഇതിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഈ വൈറസിനെ ഫേസ് ചെയ്തത് കൂടുതലായിട്ട് ഏഷ്യൻ കമ്മ്യൂണിറ്റിയും ലാറ്റിനോ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ റിയൽ ആയിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി വെച്ചിട്ട് വൈറ്റ് അമേരിക്കൻസ് അവർ ജോലിക്ക് പോകുന്നുണ്ട്, അവർ വെളിയിലോട്ട് പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു. അവർക്ക് ഒരു പ്രതീതി, അതായത് ഇതൊരു ചൈന കൊണ്ടുവന്ന ഒരു വൈറസ് ആണെന്നുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിരന്തരമായിട്ട് പ്രസിഡന്റ് ട്രംപ് ചൈന വൈറസ് എന്ന് വിളിക്കുന്നത് അതിൽ ആക്ച്വലി സക്സസ് ആയിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപ് ഒരു പരിധി വരെ. അപ്പോൾ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, അതായത് ഏഷ്യൻസ്, ലാറ്റിനോസ് ആണ് കൂടുതലായിട്ടും ഈ പാൻഡമിക് സിറ്റുവേഷനെ കൂടുതലായിട്ട് പേടിയായിട്ട് കണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിലും ഈ പറയുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കാർ എപ്പോഴും അതിൽ കണക്ക് പ്രകാരം 70 മുതൽ 75% മൈനോറിറ്റി കമ്മ്യൂണിറ്റി അല്ലെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സപ്പോർട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ആൾക്കാർ തന്നെയാണ് ഈ പാൻഡമിക് സിറ്റുവേഷനിലും ട്രംപിനെതിരെ സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിലയിരുത്തൽ പ്രകാരം വൈറ്റ് അമേരിക്കൻസ് അവരുടെ ഒരു യൂണിഫിക്കേഷൻ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ട്രംപിന് വിജയസാധ്യത ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ വൈറ്റ് അമേരിക്കൻസ്, ലോക്കലായിട്ടുള്ള അമേരിക്കൻസ് ശരിക്കും നോക്കുന്നത് ഫോറിൻ പോളിസി. അപ്പോൾ അതിൽ നേരത്തെ ലിയോ സൂചിപ്പിച്ച പോലെ എക്സ്ട്രീമിസ്റ്റിനെ എത്രത്തോളം ട്രംപിന് കടിഞ്ഞാനിടാൻ കഴിഞ്ഞു എന്നുള്ളത് അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തന്നെയാണ്. അത് ജനങ്ങൾക്കിടയിൽ ഒരു ട്രംപിന് ഒരുപാട് വിശ്വാസ്യത നേടിയിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ കാര്യം ഇമിഗ്രേഷൻ. ഇപ്പം ട്രംപ് ഒരിക്കലും ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിന് എതിരല്ല, ഇല്ലീഗൽ ഇമിഗ്രൻസിനാണ്. അതിലും ട്രംപിന് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൺലി ഈ ഇല്ലീഗൽ ആൾക്കാർക്കെതിരെ മാത്രമേ ഉള്ളൂ എന്ന് പറയാനും ട്രംപ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെയുള്ള സാധാരണ വൈറ്റ് അമേരിക്കൻസ് നോക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഇപ്പൊ ഈ ട്രംപ് ഇപ്പം ഈ ഇലക്ഷനിൽ പരാജയപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കോർട്ടിലോട്ട് പോവും, കേസിന് പോവാം എന്നെല്ലാം അതൊരു എനിക്കൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് ജനങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വിലയിരുത്തൽ. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയം ആണ് അവിടെ നിലനിൽക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, ഈ ആയുധ ഉപയോഗം സംബന്ധിച്ചുള്ള വിഷയങ്ങളും അവിടെ ചർച്ചയായിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ ശ്രീജിത്ത്? കാരണം അതൊരു റൈറ്റ്സ് ആണ്, തങ്ങളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ് എന്ന് അവിടെ വൈറ്റ്സിനിടയിലൊക്കെ തന്നെ കൃത്യമായി എത്തിക്കുവാൻ ട്രംപിന് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ.
ഇവിടെ ഒരു വൈറ്റ് സുപ്രീമസി ഉണ്ടല്ലോ. അപ്പൊ ഇവർക്ക് ഈ ഗൺ കൺട്രോളും ഇതെല്ലാം ഒരു അമേരിക്കനെ സംബന്ധിച്ചോളം എല്ലാ മിക്ക വീടുകളിലും ഒരു 90-95% വീടുകളിലും ഗൺ ഉണ്ട് എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളതാണ്. അവർക്കത് അതൊരു ഇതായിട്ട് തോന്നുന്നില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആയുധ നിയന്ത്രണം എന്നുള്ളത് ട്രംപിന് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ചൈനീസ് വൈറസ് ആണെങ്കിലും ഫോറിൻ പോളിസി ആണെങ്കിലും ഇമിഗ്രേഷൻ ആണെങ്കിലും ഇവരുടെ ഗ്രൗണ്ടിൽ പ്രസിഡന്റ് ട്രംപിന്റെ പാർട്ടി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അത് ജനങ്ങളിൽ ശരിക്കും നന്നായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വൈറ്റ് യൂണിഫിക്കേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. രതീഷ് എന്താണ് ഇതിനെക്കുറിച്ച് കരുതുന്നത്? ഒരു വൈറ്റ് യൂണിഫിക്കേഷനുള്ള വഴി തെളിച്ചു കഴിഞ്ഞു ട്രംപ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമോ? വൈറ്റ്സിൽ എത്രത്തോളം പേർ അദ്ദേഹത്തിനൊപ്പം ഉറച്ചു നിൽക്കും എന്നുള്ളത് അതിനൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ അതൊരു വളരെ വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഞാനിപ്പോൾ വെർജീനിയയിൽ നിന്നുമാണ്. വാഷിംഗ്ടൺ DC-യോടെ വളരെ അടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ വെർജീനിയ, മേരിലാൻഡ്, ഇതെല്ലാം തന്നെ ഡെമോക്രാറ്റ്സിനെ തുണയ്ക്കുന്ന സമയത്ത് തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന വെസ്റ്റ് വെർജീനിയ എന്ന് പറയുന്ന പ്രദേശം, ആ ഒരു സംസ്ഥാനം തുണയ്ക്കുന്നത് റിപ്പബ്ലിക്കൻസിനെയാണ്. അവിടെ ഏതാണ്ട് 60% അതിലും കൂടുതൽ വോട്ടുകളാണ് റിപ്പബ്ലിക്കൻസിന് കിട്ടുന്നത്. അത് കൂടുതലും ഒരു കാർഷിക മേഖല എന്ന് നമുക്ക് പറയാം, നമ്മുടെ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയാം. ആ ഒരു സംസ്ഥാനത്തിൽ കൂടുതലും കൃഷിക്കാരും അങ്ങനെയുള്ള ആൾക്കാരും കൂടുതൽ വൈറ്റ്സ് ഉള്ള ആൾക്കാരാണ്. അവരെല്ലാം ഫേവർ ചെയ്യുന്നത് ഇങ്ങനെ ഈ റിപ്പബ്ലിക്കൻസിനെയും ട്രംപിനെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആ വാദഗതിയോട് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലിക്കാവുന്നതാണ്. കൂടുതൽ വൈറ്റ്സ് ഉള്ള സ്ഥലങ്ങളിൽ ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഉള്ളത്. അവിടെ ഈ മറ്റൊന്ന് ആയുധ കച്ചവടക്കാരൊക്കെ തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ട്രംപിന് വേണ്ടി വളരെ ശക്തമായ പ്രചാരണത്തിന് ഉള്ള ഇന്ധനം സ്വരൂപിക്കുക എന്നുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു ലിയോജി, ഞാൻ രാജീജിയിലോട്ട് കൊടുക്കാം. രാജീജിക്ക് എന്തോ പറയണമെന്ന് തോന്നുന്നു. ഓക്കെ, പറഞ്ഞോളൂ. അതായത് അമേരിക്കയുടെ, നമ്മുടെ പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറി വന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനിർമ്മാണം, നീതി നിർവഹണം ഒക്കെ സംസ്ഥാനത്തിന്റെയോ ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു സാമ്പ്രദായികമായ ശീലത്തിൽ നിന്ന് വന്നിട്ടുള്ള നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് അമെന്റ്മെന്റ്, US കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് അമെന്റ്മെന്റ്, അതായത് ഒരു റൈറ്റ് ഓഫ് പീപ്പിൾ ടു കീപ്പ് ആൻഡ് ബെയർ ദ ആംസ്, അതായത് ആയുധങ്ങൾ സൂക്ഷിക്കാനും അവരവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം അവനവന് തന്നെയാണ് എന്നുള്ള അമേരിക്കയുടെ ബേസിക് ആയിട്ടുള്ള ഭരണഘടനയുടെ സെക്കൻഡ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത് അതെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ്. ആ ഒരു സങ്കല്പം പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ വംശജർക്ക് നമുക്കത് പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് നീതി നിർവഹണം, ഇതൊക്കെ ലോ ആൻഡ് ഓർഡർ, ഇതൊക്കെ സ്റ്റേറ്റിന്റെ ചുമതലയാണ് പൂർണ്ണമായിട്ടും. അതായത് ഒരു പൗരന് അതിനകത്ത് ചുമതലയില്ല, അവനവന്റെ സംരക്ഷണം ഗവൺമെന്റ് ആണ് ഏറ്റെടുക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ സെക്കൻഡ് അമെന്റ്മെന്റ് കൃത്യമായിട്ട് പറയുന്നത് റൈറ്റ് ഓഫ് പീപ്പിൾ ടു കീപ്പ് ആൻഡ് ബെയർ ആംസ്, അത് വളരെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ അതൊരു ആയുധം സൂക്ഷിക്കുക, സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തുക എന്നൊക്കെ പറയുന്ന ഒരു അമേരിക്കൻ സിറ്റിസന്റെ റൈറ്റ് ആണ്, അവന്റെ അവകാശമാണ്. അപ്പൊ അതിന് മറന്നുകൊടുന്നുണ്ട്. ആയുധ കച്ചവടം ഉണ്ട്, ആയുധ കച്ചവടം മോശമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ സങ്കല്പത്തെ നോക്കിക്കാണാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിലെ വെടിവയ്പ്പൊക്കെ ഉണ്ടായപ്പോൾ, 1-2 സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ ഒരു ശക്തമായ അഭിപ്രായം ഉയർന്നു വന്നുവെങ്കിൽ തന്നെയും സ്കൂളിൽ ആയുധധാരിയായ സെക്യൂരിറ്റിയെ നിയോഗിക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ആയുധം കൊടുക്കുക, അത്തരത്തിലുള്ള മറുവാദങ്ങളൊക്കെ ഉയർത്തിയെന്ന് തോന്നുക ഇതിനു വേണ്ടി നിലകൊള്ളുന്നവർ അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ആയുധം ആര് പ്രയോഗിക്കണം, പ്രയോഗിക്കാൻ ആയുധം കയ്യിലെടുത്ത് പ്രയോഗിക്കുന്നയാളെ ബോധവൽക്കരിക്കുകയും അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ആണ് വേണ്ടത്. അതല്ലാതെ ആയുധം എടുത്ത് മാറ്റുക അല്ല വേണ്ടത് എന്നാണ് NRA എന്ന് പറയുന്ന നാഷണൽ റൈഫിൾസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഫണ്ടിങ് ഗ്രൂപ്പാണ്. അതായത് രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ഗ്രൂപ്പാണ് NRA എന്ന് പറയുന്നത്. അപ്പൊ അവരും ഇതിന് ശക്തമായിട്ട് അതിന്റെ പുറകിൽ നിൽക്കുന്നുമുണ്ട്. ആ ഒരു വസ്തു അവരുടെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, അതായത് തെറ്റ് ചെയ്യുന്നവരെ എതിർക്കുവാൻ ഒരു നല്ലവന്റെ കയ്യിലും തോക്ക് വേണം എന്നുള്ളതാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് സെക്കൻഡ് അമെന്റ്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാദഗതിയാണ്. ഓക്കെ, ഞാൻ ശ്രീ പ്രമോദ് പൊന്നപ്പനിലേക്ക് പോവുകയാണ്. നമുക്ക് ഇനിയുള്ള സമയം നോക്കാം. നമുക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ വംശജരുടെ സ്വാധീനം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്, അവരുടെ തീരുമാനം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. ഒരു 15 ലക്ഷത്തോളം ഇന്ത്യൻ അമേരിക്കൻ രജിസ്ട്രേഡ് വോട്ടർമാരുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? ഇതിൽ എങ്ങനെയായിരിക്കും ഇവരുടെ വിധി എഴുത്ത് ഈ തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും തരത്തിൽ
സ്വിംഗ് സ്റ്റേറ്റ്സിലൊക്കെ തന്നെ നിർണായകമായ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ? എന്താണ് വിലയിരുത്തൽ? മെയിൻലി H1B പോലുള്ള ഇമിഗ്രേഷൻ വിസ, ജോബ് റിലേറ്റഡ് വിസ പോലുള്ള വിഷയങ്ങൾ ഓൾ ഓഫ് എ സഡൻ, അതായത് വളരെ പെട്ടെന്ന് പൊളിച്ചെഴുതാൻ ഡെമോക്രാറ്റ്സിനായാലും പറ്റില്ല, റിപ്പബ്ലിക്കൻസിനായാലും പറ്റില്ല. അത് കാര്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അറിയപ്പെടുന്നത് തന്നെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോ ഡെമോക്രാറ്റ്സ് ഈസ് മോർ ഫേവറബിൾ ടു ഇമിഗ്രൻസ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് ഈസ് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ഇമിഗ്രൻസ് എന്നുള്ള ഒരു രീതിയിലൊന്നും അതൊരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന അല്ലാതെ അത് റിയൽ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രസക്തി ഒന്നും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോ ഓൺലൈനിലൊക്കെ ആക്റ്റീവായി കാണുന്ന യങ് ജനറേഷൻ, ഇപ്പോ നമ്മൾ ഈ പ്രീ പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൽ ഇൻ ബാലറ്റുകളുടെ എണ്ണമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ആക്റ്റീവായിട്ടുള്ള മിക്കവാറും പേര് പോയി വോട്ട് ചെയ്യാൻ മടി കാണിക്കുകയും അതേസമയം ഇവിടെയുള്ള സീനിയർ സിറ്റിസൺസ് എത്ര വയ്യാതായാലും പോയി വോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവിടെ ഈ ഇന്ത്യൻ അമേരിക്കൻ വോട്ടേഴ്സും അല്ലെങ്കിൽ തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ രജിസ്ട്രേഡ് വോട്ടേഴ്സ് അവരെല്ലാം ഏകദേശം ഒരുപോലെയാണോ ചിന്തിക്കുന്നത്? കാരണം ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരിൽ 65 മുതൽ 70% വരെ ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്നു. ആ ഒരു പാറ്റേൺ ആണോ പൊതുവിൽ ഇന്ത്യൻ ഏഷ്യൻ വോട്ടേഴ്സിനുള്ളത്? അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കുകയുമില്ല. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞു, ഇവിടുത്തെ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നു. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോ മുതലാളിത്തത്തെ അനുകൂലിക്കുന്ന ഏകദേശം എന്താ പറയുക, ഇപ്പൊ പെർസെന്റേജ് കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിത്തത്തെ അനുകൂലിക്കുന്ന കാര്യം മുതലാളിത്ത രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് മുതലാളിത്തത്തെ എതിർക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. കാര്യം അല്ലെങ്കിൽ അതിനെ നമ്മൾ പൊതുവിൽ ഇരട്ടത്താപ്പ് എന്നാണല്ലോ പറയുന്നത്. അപ്പോ ഇവിടെ വന്നിരുന്ന് അമേരിക്കയിൽ വന്നിരുന്ന് മുതലാളിത്തത്തെ എതിർക്കുക എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു ഇരട്ടത്താപ്പ് നിലപാട് പോലെയാണത്. അപ്പോ അത് വളരെ വ്യക്തമായിട്ട് ഒരു സർട്ടൻ പെർസെന്റേജ്, അതൊരു 35-40% ആളുകൾ റിപ്പബ്ലിക്കൻസിനെ അനുകൂലിക്കുന്ന സൗത്ത് ഏഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഏഷ്യൻ വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ വസ്തുത. യെസ്, ഓക്കെ. ഞാൻ ശ്രീ സുരേഷ് നായരിലേക്ക് പോവുകയാണ്. ശ്രീ സുരേഷ് നായർ, 2016 മിഷിഗണിൽ ഡെമോക്രാറ്റുകൾ പിന്നിലായത് 10,000 വോട്ടുകൾക്കാണ്. ഇത് ഡെമോക്രാറ്റുകളുടെ ഒരു വാദമുഖമാണ് ഞാൻ ഉയർത്തി കാണിക്കുന്നത്. അവിടെ അധികം ഇന്ത്യൻ ഏഷ്യൻ വോട്ടർമാർ അന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോയിരുന്നില്ല. 44,000-ലധികം ഇന്ത്യൻ ഏഷ്യൻ വോട്ടർമാർ അവിടെയുണ്ട് എന്നാണ് പറയുന്നത്. പെൻസിൽവാനിയയിലേക്ക് വരുമ്പോൾ മറ്റൊരു സംഭവം, അന്ന് ഡെമോക്രാറ്റുകൾ തോറ്റത് 40,000 വോട്ടിനാണ്. അവിടെയുള്ളത് 60,000-ലധികം ഇന്ത്യൻ ഏഷ്യൻ വോട്ടർമാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്കുകൾ അവർ നിരത്തി പറയുന്നത് ഇന്ത്യൻ ഏഷ്യൻ വോട്ടർമാരുടെ സ്വാധീനം ഉണ്ടാകും ഈ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഏഷ്യൻ വോട്ടേഴ്സിന് ചെറിയൊരു സ്വാധീനമല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തി അമേരിക്കയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇന്ത്യൻ അമേരിക്കൻസ് കൂടുതലും പണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് കുറെയൊക്കെ മാറി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളും രാഷ്ട്രീയകാര്യ ബന്ധങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇന്ത്യക്കാർ ആ പഴയ ശൈലി മാറി വരുന്നുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് ഇവിടെ ഒരു വെളുത്ത വർഗക്കാരെ ഏകോപിപ്പിക്കാനും അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റാനും ഉള്ള ശ്രമത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയം നൽകുമെന്ന് പറഞ്ഞു. ഞാൻ അതിനെ വേറൊരു രീതിയിൽ കാണുന്ന ഒരാളാണ്. അത് തന്നെയാണ് ട്രംപിന് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അമേരിക്കയെ ഡിവൈസ് ചെയ്യാൻ, അതായത് ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന കാര്യത്തിൽ ട്രംപ് വിജയിച്ചു എന്നുള്ളത് വളരെ ശരിയാണ്. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കോവിഡ് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ അമേരിക്കയിലുള്ള CDC അല്ലെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ ഫൗച്ചി തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിച്ചാണ് ട്രംപ് പല സമയത്തും പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ജനതയിൽ അതൊരു
ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഏത് വിശ്വസിക്കണം എന്നുള്ള ഒരു സംശയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്നതിൽ നിർഭാഗ്യവശാൽ ട്രംപ് വിജയിച്ചു എന്ന് പറയണം. അത് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ ട്രംപിന് എതിരായിട്ടുള്ള വോട്ടായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശ്രീ രാജീവ് ഭാസ്കർ, നമ്മൾ നോക്കുമ്പോൾ ഡെമോക്രാറ്റ് ക്യാമ്പിലാണ് കൂടുതൽ ഇന്ത്യൻ വംശജർ നേരിട്ട് തന്നെ ഉണ്ട് എന്ന് തോന്നുന്നു. ബൈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബൈഡൻ ഫോർ പ്രസിഡന്റിന്റെ COO മഞ്ജു വർഗീസ് ഇന്ത്യൻ വംശജരാണ്. എടുത്ത് പറയുകയാണെങ്കിൽ മഞ്ജു വർഗീസിന്റെ മാതാപിതാക്കൾ മലയാളികളാണ്. ഡെമോക്രാറ്റിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ്, കൂടാതെ 70 ഇന്ത്യൻ അമേരിക്കൻ വംശജർ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുകയാണ് കൂടുതൽ ഇന്ത്യൻ അമേരിക്കൻ വംശജരും. ഈ കമല ഹാരിസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട് ഇപ്പോൾ? ഇപ്പോൾ കമലാ ഹാരിസിന്റെ ഇപ്പോൾ മൈക്ക് പെൻസിനേക്കാൾ അപേക്ഷിച്ച് ഒരുപക്ഷെ കമലാ ഹാരിസിനായിരിക്കും സൂചികകൾക്ക് നൽകുന്ന മുൻതൂക്കം. പക്ഷേ ഇവിടെ നമ്മൾ നമ്മുടെ ഈ ചർച്ചയിൽ കാണാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഈ ചർച്ചയിൽ നമ്മൾ മുൻതൂക്കം നൽകിയത് നമ്മൾ കോവിഡിനെ കുറിച്ചും വംശീയതയെക്കുറിച്ചും കുറച്ചൊരു ഇമിഗ്രേഷനെ കുറിച്ചും അല്ലെങ്കിൽ അമേരിക്കയെ നമ്മൾ രണ്ട് പക്ഷമായിട്ട് തിരിക്കുന്നതിനെ കുറിച്ചും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫലത്തെ എങ്ങനെ തന്നെ സ്വാധീനിക്കാൻ പറ്റുമെന്നിരിക്കെ തന്നെയും ട്രംപിന്റെ ഫോറിൻ പോളിസിയെ കുറിച്ച് നമ്മൾ ഈ ചർച്ചയിൽ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അതിൽ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. അതായിരുന്നു അത് വളരെ ശ്രദ്ധേയമായൊരു, അതായത് കഴിഞ്ഞ കുറേ അധികം പ്രസിഡന്റ് 10-15 വർഷമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റുമാർ തുടർന്നു പോകുന്ന നയങ്ങൾ നോക്കൂ. 1961 ഐസൻഹോവർ കഴിഞ്ഞിട്ട് ഇതേവരെ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയിലേക്ക് വലിച്ചഴിക്കാത്ത ഒരേ ഒരു പ്രസിഡന്റ് ട്രംപ് മാത്രമാണ്. ട്രംപ് വാക്കുകൾ കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ. പറഞ്ഞു, നോർത്ത് കൊറിയയോട് പറഞ്ഞു, നിങ്ങളെ ഭൂപടത്തിൽ നിന്നും ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്നും നിങ്ങളെ തുടച്ച് മാറ്റിക്കളയൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിനകത്തൊരു ആയുധം പ്രയോഗിക്കില്ല, വാക്കുകൊണ്ടുള്ള ആയുധങ്ങൾ മാത്രമേ പ്രയോഗിച്ചുള്ളൂ. സിറിയയുമായിട്ട് അദ്ദേഹം നോക്കൂ, മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹം ഒരുപാട് പീസ് ട്രീറ്റുകൾ ഉണ്ടാക്കി. UAE-യും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ളത്, ബഹ്റിനും ഇസ്രായേലും തമ്മിലുള്ളത്, അതുപോലെ തന്നെ സുഡാനുമായിട്ടുള്ള ട്രീറ്റീസ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് പീസ് ഡീല് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നാറ്റോയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ. നാറ്റോയ്ക്ക് അമേരിക്ക വലിയേട്ടനാകാൻ വേണ്ടി അല്ലെങ്കിൽ ലീഡറാകാൻ വേണ്ടി ഒരുപാട് ധനം പുറകിക്കൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, നാറ്റോയിലെ എല്ലാ അംഗങ്ങളും തുല്യരാണ്, അമേരിക്ക നടക്കുന്ന അത്രയും ധനം തന്നെ എല്ലാവരും കൊടുക്കണം, അല്ലെങ്കിൽ അമേരിക്കയുടെ പണം മുടക്കിയിട്ട് അമേരിക്കക്കാർ പറയുന്ന കാര്യങ്ങൾ നടക്കാതെ വരരുത്. ഉക്രൈനും റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നോക്കൂ, റഷ്യയെ ചോക്ക് ചെയ്യാൻ വേണ്ടി ഉക്രൈനിൽ അദ്ദേഹം ആയുധങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അവിടെ അത് വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് അമേരിക്കയെ ലോകത്തിന്റെ മുൻതൂക്കത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രംപ് സ്ഥാപിച്ച ഓരോ പ്രവൃത്തികളും നമ്മൾ എടുത്തു നോക്കി. ചൈനയുമായിട്ടുള്ള ട്രേഡ് വാർ എന്ന് പറയുന്ന ട്രംപിന്റെ അത്രയും ശക്തമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ബൈഡനും ആ ഒരു പരിസരത്തേക്ക് പോലും അടുക്കുകയില്ല. അത്രയും ശക്തമായിട്ട് ചൈനയുമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് 25% വരെയാണ് ചില ഐറ്റങ്ങൾക്ക് അദ്ദേഹം ഇമ്പോർട്ട് ഡ്യൂട്ടി താരിഫ് HTS കോഡിൽ അദ്ദേഹം വരുത്തിയത്. ചൈന അമ്പരന്ന് പോയി എന്ന് വേണം ഒരു പറഞ്ഞു. ചൈന നോക്കൂ, ചൈനയാണെങ്കിൽ തുടർച്ചയായുള്ള തൻ്റെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ, ലോക ഭൂപടത്തിന്റെ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ചൈനയ്ക്ക് ബദൽ ആരെന്നുള്ള ചോദ്യത്തിന് ലോകത്തിലുള്ള ചൈന എന്ന് പറയുന്നത് ഒരു ഒബ്സ്ക്യൂർ കൺട്രിയാണ്, ഒരു അയൺ കട്ടിന്റെ പുറകിലുള്ളതാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് ലോകത്തിന് ആർക്കും അറിയില്ല. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന അമേരിക്കയുടെ ചുമതല അത് ട്രംപാണ് നിറവേറിയത്, ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട്. അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീൽ എന്നുണ്ടാക്കിയിട്ട് $മില്യൺസ് ആയിരുന്നു പമ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അത് പറഞ്ഞു നിർത്തിക്കളഞ്ഞു. അതുപോലെ തന്നെ പാകിസ്ഥാന് സമാധാനം രാഹിക്കാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പ്രാപിക്കാൻ എന്ന് പറഞ്ഞ് $മില്യൺസ് ധനസഹായം അതെല്ലാം അയാൾ നിർത്തലാക്കി. എന്ന് പറയുന്നത് ട്രംപിന്റെ ഫോറിൻ പോളിസി അത് ശക്തമായിട്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ വളരെയധികം ഫേവറബിൾ ആയിട്ട് വരുന്ന ഒരു ഫോറിൻ പോളിസിയാണ് ട്രംപ്. യെസ്, അത് എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഞാൻ മടങ്ങിയെത്താം ശ്രീ രാജീവ് ഭാസ്കറിലേക്ക് തന്നെ. നമുക്ക് ന്യൂ ഹാംപ്ഷയറിൽ നിന്നും ആര്യ ദീപക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിനുശേഷം ചർച്ചയിലേക്ക് പോകാം. മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ന്യൂ ഹാംപ്ഷയറിലും കനത്ത പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. പോളിംഗ് സ്റ്റേഷനിൽ ആളുകളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏർലി ഇൻ പേഴ്സൺ വോട്ടിംഗ് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ന്യൂ ഹാംപ്ഷയർ എന്നതുകൊണ്ട് തന്നെയാവണം പോളിംഗ് ബൂത്തിൽ ഇത്രയും നീണ്ട ക്യൂ ദൃശ്യമാകുന്നത്. എന്നാൽ പകുതിയിലധികം വോട്ടർമാരും ഏതാണ്ട് 52% പേർ ഇതിനോടകം തന്നെ അവരുടെ സമ്മതിദാനാവകാശം ഏർലി മെയിൽ ഇൻ ബാലറ്റ് സംവിധാനം ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചുറ്റുമുള്ള സംസ്ഥാനങ്ങളെല്ലാം ബ്ലൂ സ്റ്റേറ്റായി അറിയപ്പെടുമ്പോഴും വോട്ടർമാരുടെ സ്വതന്ത്ര സ്വഭാവം മൂലം പലപ്പോഴും ആർക്കും മേൽക്കൈ അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു ചെറു സംസ്ഥാനമാണ് ന്യൂ ഹാംപ്ഷയർ.
അതുപോലെ തന്നെ ഇവിടെ ആകെ 4 ഇലക്ട്രൽ കൊളീജ് വോട്ടുകൾ മാത്രമാണ് ഉള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്വിംഗ് സ്റ്റേറ്റ് അഥവാ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നതും. കഴിഞ്ഞ കുറച്ചു തെരഞ്ഞെടുപ്പുകളിലായി വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും ഡെമോക്രാറ്റിക് പാർട്ടിയോട് അനുഭാവം പുലർത്തി വരുന്ന ന്യൂഹാംഷെയറിൽ ഇത്തവണയും എക്സിറ്റ് പോൾ പ്രകാരം ബൈഡൻ തന്നെയാണ് മുൻതൂക്കം. എന്നാൽ കഴിഞ്ഞ തവണ ഹിലാരി ക്ലിന്റന് ഏതാണ്ട് 1% താഴെ മാത്രം ഭൂരിപക്ഷമാണ് ലഭിച്ചതെന്ന വസ്തുതയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതീക്ഷ കൊടുക്കുന്നത്. ന്യൂഹാംഷെയറിൽ നിന്നും ജനം TV അമേരിക്കയ്ക്ക് വേണ്ടി ആര്യ ദീപക്. രാജീവ് ഭാസ്കറിലേക്ക് പോവുകയാണ് ഞാൻ. രാജീവ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അതായത് ട്രംപിൻ്റെ വിദേശ നയം അത് വളരെ ശക്തമായിരുന്നു, ദൃഢമായിരുന്നു. ആ ചുവടുവയ്പ്പുകളോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഒരു യുദ്ധത്തിലേക്കും രാജ്യത്തെ കൊണ്ടുപോയില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളത് കൂടി അത് വളരെ ദൗർഭാഗ്യകരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ കൊറോണ, അതുപോലെ തന്നെ രാജ്യം വരുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ, സാമ്പത്തികമായിട്ട് നേരത്തെ മധുപിള്ള പറഞ്ഞതുപോലെ ലേ ഓഫുകൾ, തൊഴിലില്ലായ്മ, സ്റ്റിമുലസ് പാക്കേജുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം എന്തെന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം നമ്മുടെ സമൂഹത്തിൽ, അമേരിക്കൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മുടെ പറയുന്ന ആരോഗ്യരംഗത്തെ കൊറോണ സമ്മാനിച്ച, അത് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും സമ്മാനിച്ച ഒരു വാക്സിൻ എപ്പോഴാണ് വരിക, എന്നാണ് ഈ ജീവിതം, ഈ പാളം തെറ്റിയ ജീവിതം തിരിച്ച് പാളത്തിലേക്ക് കയറുക, എന്നായിരിക്കും നമുക്ക് പുറത്തിറങ്ങി പഴയതുപോലെ നടക്കാനാവുക. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ജനത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിലുണ്ട്. ആ ഒരു ചിന്തകളുടെ മുമ്പിൽ ഈ ഫോറിൻ പോളിസി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബൈലാറ്ററൽ റിലേഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങൾ മുങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് നമ്മൾ കാണുന്നില്ല എന്ന് ധരിക്കരുത്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നതും ഒരുപക്ഷെ പബ്ലിക്കിൽ അപ്പിയർ ചെയ്യുന്നതും ഒരു പ്രസിഡന്റിന് അനുകൂലമായ അല്ലെങ്കിൽ പ്രസിഡന്റിന് പ്രതീക്ഷിക്കേണ്ട രീതിയിലായിരിക്കില്ല. പക്ഷെ എന്നുവെച്ച് അദ്ദേഹം മുമ്പിലേക്ക് വെച്ച പല ശക്തമായിട്ടുള്ള നടപടികളും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭരണ മികവുണ്ട്. അതായത് അദ്ദേഹം പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ടീമിലെ ആൾക്കാരെ മാറ്റുന്നത്. സ്ഥിരത ഇല്ലായ്മ എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും ഡെലിവർ ചെയ്യാനുള്ള ഒരു കാര്യം കൊടുത്ത് ആ കാര്യം സാധിപ്പിച്ചെടുക്കാനുള്ള, ഇയാൾ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ അയാൾക്ക് 2ാമത്തെ മിനിറ്റ് ആലോചിക്കേണ്ടി വരില്ല. ആ കൃത്യമായിട്ടുള്ള ഡെലിവറി സാധിക്കാൻ വേണ്ടി അദ്ദേഹം ഏത് മാർഗങ്ങൾ സ്വീകരിക്കും. ഒരു ബിസിനസ്സുകാരന്റെ കൂർമ്മ ബുദ്ധി ഒരു ഭരണാധികാരികളിലേക്ക് സന്നിവേശിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചിത്രം നമ്മൾ ട്രംപിൽ കാണുന്നുണ്ട്. നേരത്തെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുമ്പോൾ ഈ വക വൈകാരികപരമായിട്ടുള്ള വിഷയങ്ങൾ ജനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും കാണാതെ പോയേക്കാം എന്നുള്ള ഒരു ദൗർഭാഗ്യം കൂടെ അവിടെ ഉണ്ട്. അത്തരത്തിലുള്ള മറ്റൊരു ചെറുതെന്ന് ചിലപ്പോൾ തോന്നിയേക്കാമെങ്കിൽ തന്നെയും അത് വളരെ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി സ്വാധീനിച്ചേക്കാവുന്ന ഒരു കാര്യം കൂടി അങ്ങയോട് ചോദിക്കാനുണ്ട്. അതായത് മരുന്ന് കമ്പനികൾക്ക് അല്ലെങ്കിൽ മരുന്ന് കച്ചവടക്കാർക്ക് കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരും എന്നുള്ള ഒരു സൂചന ഡെമോക്രാറ്റുകൾ നൽകുന്നുണ്ട്. അത് കാരണം പലപ്പോഴും ഞാൻ ഒരു കോൺഗ്രസ് വുമൺ, ഞാൻ പേര് മിസ്സിസ് പാട്രൺ എന്നാണ് എനിക്ക് തോന്നുന്നത്, കൃത്യമായി ചിലവരെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവർ കൊള്ള ലാഭം കൊയ്തുകൊണ്ട് തടിച്ചു കൊഴുക്കുന്ന മരുന്ന് കമ്പനികളെ കൃത്യമായി അവർക്ക് എക്സ്പോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് സാധാരണക്കാർക്കിടയിലേക്ക് ഡെമോക്രാറ്റുകൾക്ക് കടന്നു ചെല്ലാനുള്ള ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവരെ സഹായിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും ഒരുപക്ഷെ അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ്. പക്ഷെ നമ്മൾ നോക്കൂ, ഒരു ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. സോഷ്യലിസ്റ്റ് എന്ന് പറയുക എല്ലാവർക്കും സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക. ഇത് രണ്ടിൻ്റെയും മധ്യത്തിലൂടെ ഒരു ഒപ്റ്റിമൽ യാത്രയാണ് എപ്പോഴും അഭികാമ്യമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഡെമോക്രാറ്റുകളുടെ വാഗ്ദാനങ്ങൾ എന്താണ്? വന്നു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സുകൾ ഉയർത്തുക, ചെറുകിട ബിസിനസ്സുകളുടെയും വൻകിട ബിസിനസ്സിലെയും ടാക്സ് ബ്രാക്കറ്റ് അങ്ങ് വർദ്ധിപ്പിച്ച് അവരിൽ നിന്ന് കഴിയാവുന്നത്രയും ടാക്സ് ബ്രാക്കറ്റ് പൈസ വാങ്ങിയെടുക്കുകയും വരുമാനമില്ല എന്ന് കണക്കിൽ കാണിക്കുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാമ്പ്സും സാമൂഹ്യ സേവയും സോഷ്യൽ ജസ്റ്റിസും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസ വെറുതെ കൊടുക്കുന്നത് അമേരിക്കക്കാരിൽ പരമ്പരാഗത അമേരിക്ക വിശ്വസിക്കുന്നത് പണിയെടുത്ത് ജീവിക്കൂ, അല്ലാതെ ഗവൺമെന്റിന്റെ ഔദാര്യത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല. പണിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുക. എന്താ പറയുക, അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾക്ക് പണിയെടുക്കാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വളരുന്നതിന് അതിർത്തികളൊന്നും ഇല്ല എന്ന് പറയും. അല്ലാതെ ഗവൺമെന്റിന്റെ ധനസഹായം കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ആ സങ്കല്പത്തിന്റെ തികച്ചും വിപരീതമായൊരു സങ്കല്പമാണത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ നോക്കുമ്പോൾ ഡെമോക്രാറ്റുകളുടെ ടാക്സേഷൻ എക്കോണമിയോടുള്ള ആ ഒരു സമീപനം അത് ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമീപനമാണെന്നും കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. യെസ്, ശ്രീ മധുപിള്ള, നമുക്ക് അമേരിക്ക
ഈ ഒരു വിഷയത്തിൽ, അതായത് വിദേശ നയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്, ട്രംപിന് കീഴിൽ സ്വീകരിച്ചിട്ടുള്ളത് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ ആ ചില ബോൾഡ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ, അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈന വിരുദ്ധ നീക്കങ്ങൾ അല്ലെങ്കിൽ ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുവാൻ അമേരിക്കയുടെ നിലപാട് സഹായിച്ചിട്ടുണ്ട്. അത് അമേരിക്ക ഇന്ത്യക്കൊപ്പം വളരെ ശക്തമായി ഒരു ഈക്വൽ പാർട്ട്നേഴ്സ് എന്ന രീതിയിലേക്ക് അമേരിക്കയും ഇന്ത്യയും ഇപ്പോൾ വന്നിട്ടുണ്ട്, അല്ലേ? അത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തീരുമാനമെടുക്കുന്നതിന് ട്രംപ് എന്ന ഭരണാധികാരിക്ക് സാധിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ലിയോ, നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക ചരിത്രത്തിൽ നമ്മുടെ ഒരു വേൾഡ് എക്കോണമി അതൊരു സിക്ലിക് രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ആ സൈക്കിൾസിൽ നമ്മൾ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഒരു ഗ്ലോബലൈസേഷൻ ട്രെൻഡ് വന്നിരുന്നു. ഗ്ലോബലി നമ്മൾ കൊമേഴ്ഷ്യലി ട്രേഡ് ചെയ്യുക, ബിസിനസ് ചെയ്യുക. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ബോൺ ബിസിനസ് മാൻ ആണ്, ഒരു ഡീൽ മേക്കർ ആണ്, ഒരു നെഗോഷിയേറ്റർ ആണ്. ഡൊണാൾഡ് ട്രംപ് വളരെ ആ ഒരു ഡീൽ മേക്കിംഗ് സെൻസിൽ തന്നെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എടുക്കുന്ന നയങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡീലുകൾ അമേരിക്കയുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ്. അതിൽ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചേക്കുന്ന പോലെ തന്നെ അമേരിക്കയിലും അമേരിക്കൻ മെയ്ഡ്, മേക്ക് ഇൻ അമേരിക്ക എന്നുള്ള രീതിയിലുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷൻ വന്ന് അത് ഒരു ഇ കോമേഴ്സ്, ആ ഇ കോമേഴ്സ് കച്ചവട രീതി, ആ സപ്ലൈ ചെയിൻ രീതി, അതിലെ ബോർഡേഴ്സ് കടന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കമ്പനിക്ക്, ചൈനയിൽ ഇരിക്കുന്ന ഒരു കമ്പനിക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു സാധനം വിറ്റാല് 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ആഴ്ചക്കുള്ളിൽ അവർക്ക് കിട്ടുന്ന രീതിയിൽ അമേരിക്കയിൽ വിൽക്കുന്നതിന്റെ ഒരു 10% റീറ്റെയിൽ റേറ്റിൽ അവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അമേരിക്കയ്ക്ക് അത് വളരെ വളരെ ഒരു ആശങ്ക വരുത്തുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്ക ഒരു സർവീസ് ഓറിയന്റഡ് സൊസൈറ്റിയാണ്, ആ സർവീസ് ഓറിയന്റഡ് എക്കോണമിയാണ് ഇവിടുത്തെ ജോലികൾ നിലനിർത്തുന്ന. ആ ജോലികൾ നിലനിർത്തുന്ന ഈ സ്ഥാപനങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന് ഒരു ശക്തമായ കോമ്പറ്റീഷൻ ആയിരുന്നു ഈ ഗ്ലോബൽ ഇ കോമേഴ്സ് ട്രെൻഡ്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ. അവിടെ നരേന്ദ്രമോദിജി എടുത്ത മേക്ക് ഇൻ ഇന്ത്യ നയം തന്നെ ഇവിടെ അമേരിക്കയില് ഡൊണാൾഡ് ട്രംപ് ഇംപ്ലിമെന്റ് ചെയ്തത് അത് മുന്നോട്ടുള്ളൊരു കാഴ്ചപ്പാട് വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ നോക്കുമ്പോൾ ഈ നേരത്തെ രാജീവ് ജി പറഞ്ഞ പോലെ പല ത്രെട്ടുകൾ, വാക്കാൽ ത്രെട്ടുകൾ ചെയ്തിട്ട് പോലും നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവന്ന് ട്രേഡ് ഡീലുകൾ ഇപ്പൊ ചൈന പോലുള്ള കൺട്രിയായിട്ട് ഇവിടെ നിന്നുള്ള കൃഷി വസ്തുക്കൾ വാങ്ങിക്കുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് സൈൻ ചെയ്യിപ്പിച്ചത് പോലും അമേരിക്കയുടെ സാമ്പത്തിക നിലനിൽപ്പ് ഷോർട്ട് ടേമും ലോങ് ടേമും ഇവിടുത്തെ അമേരിക്കൻ യെസ്, വ്യക്തമാണ്. ഞാൻ ശ്രീ കൃഷ്ണരാജിലേക്ക് നമുക്ക് സമയം ചുരുക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണരാജിലേക്ക് പോവുകയാണ്. ശ്രീ കൃഷ്ണരാജ്, അമേരിക്ക ആര് ഭരിച്ചാലും ഇന്ത്യയുമായുള്ള സൗഹൃദം ഇനി ശക്തമായി തന്നെ തുടരും. കാരണം ഡെമോക്രാറ്റുകൾ പലപ്പോഴും ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാടുകളെ വിമർശിക്കാറുള്ളവരാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഇന്ത്യയുമായുള്ള പാർട്ട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. 2006 മറ്റുമാണെന്ന് തോന്നുന്നു ജോ ബൈഡൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു വിഷയങ്ങൾക്കൊക്കെ വളരെ മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 2020 ആകുമ്പോഴേക്കും ലോകത്തെ തന്നെ ഏറ്റവും അടുപ്പമുള്ള 2 രാഷ്ട്രങ്ങൾ ഇന്ത്യയും അമേരിക്കയുമാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ആര് ഭരിച്ചാലും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇനി ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒപ്പം ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു കമല ഹാരിസിൻ്റെ ഒരു വിജയ സാധ്യതയെക്കുറിച്ച്, അതുകൂടി. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ആര് ഭരിച്ചാലും ഇന്ത്യ ശക്തമായ ഒരു രാഷ്ട്രമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയുമായി സൗഹൃദം കൊതിക്കുന്ന രാജ്യങ്ങളാണുള്ളത്. ശ്രീ നരേന്ദ്രമോദിയുടെ കീഴിൽ വളർന്നു വരുന്ന ഇന്ത്യ, അല്ലെങ്കിൽ ഇപ്പോൾ വളർത്തിയെടുത്ത ഇന്ത്യയുടെ സൗഹൃദം കൊതിക്കുന്ന ലോകരാഷ്ട്രങ്ങളാണുള്ളത്. അതിനാൽ കാരണം ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം അതിനിടയിൽ. ഈ വർഷം നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ ട്രംപിൻ്റെ തന്നെ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവും ട്രംപിൻ്റെ തന്നെ വലങ്കൈയായ സെനറ്റർ ലിൻസേ ഗ്രഹാം പറഞ്ഞു കശ്മീർ വിഷയം ജനാധിപത്യപരമായി പരിഹരിക്കണമെന്ന്. എന്നാൽ അപ്പോൾ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ കൃത്യമായി മറുപടി നൽകി. ആ മറുപടി ശ്രദ്ധേയമായിരുന്നു. ഡോണ്ട് വറി സെനറ്റർ, ഓൺ ഡെമോക്രസി വിൽ സെറ്റിൽ ഇറ്റ് ആൻഡ് യു നോ വിച്ച് വൺ. അപ്പോൾ
കൃത്യമായി ഇന്ത്യ അമേരിക്കയുമായുള്ള ആ ഒരു സൗഹൃദത്തിന് കൃത്യമായ ഒരു വില അമേരിക്കയും ഇന്ത്യക്ക് നൽകുന്നുണ്ട്, ഇന്ത്യയും അമേരിക്കയ്ക്ക്. അപ്പോൾ ഒരു ഈക്വൽ പാർട്ട്നേഴ്സ് തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും അല്ലേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ? തീർച്ചയായും ഇന്ത്യയും അമേരിക്കയും ഒരു ഈക്വൽ പാർട്ട്ണർ അല്ലെങ്കിൽ തങ്ങളിൽ തത്തുല്യനായി തന്നെയാണ് ഇന്ത്യയെ പരിഗണിക്കുന്നത്. പക്ഷേ ഇവിടെ ബൈഡന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഡെമോക്രാറ്റിക് നയങ്ങൾ ചില കാര്യത്തിൽ തിരിച്ചടിയാവും എന്നൊരു ഇതുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായി സംസാരിച്ച ഒരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ഡെമോക്രാറ്റുകൾ കൊണ്ട് നടക്കുന്ന ആ ഡെമോക്രാറ്റിക് പ്രീണന നയത്തിന്റെ ഭാഗമായി വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണത്. നാളെ ഒരുപക്ഷെ ബൈഡൻ പ്രസിഡന്റ് ആയാലും ഒരിക്കലും ഇന്ത്യയുമായി മറ്റൊരു തരത്തിലും, എനിക്കറിയാൻ കഴിഞ്ഞ വിവരം അനുസരിച്ച് നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഓൾറെഡി 2 സ്ഥാനാർത്ഥികളുമായും സംസാരിക്കുന്നു, നല്ല ബന്ധം പുലർത്തുന്നു എന്നത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം മുന്നിൽ പറഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടാനുണ്ട്. വാക്കുകൾ കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് ശ്രീ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിദേശകാര്യ നയങ്ങളിൽ യുദ്ധം വാക്കുകൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒബാമ യുദ്ധം ചെയ്തത് ആയുധം കൊണ്ട് യുദ്ധം ചെയ്ത് ഒസാമ ബിൻ ലാദനിക്കുന്നു. അപ്പോൾ ആരാണ് ശക്തൻ എന്ന ചോദ്യത്തിന് എല്ലാ ശക്തിയും ട്രംപിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം വാക്കുകൾക്ക് ആയുധത്തിന്റെ വില ഇന്ന് വളരെ വലുതാണ്. അതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിസ്സാരമാണെങ്കിൽ 2 പരാമർശങ്ങൾ ഇന്ത്യയെ കുറിച്ച് ട്രംപ് നടത്തിയപ്പോഴും ആ വാക്കുകൾ ഒഴിവാക്കാമായിരുന്നു. തന്റെ ഇതിൽ വളരെ ഇഷ്ടമുള്ള മോദിയുമായിട്ടുള്ള ബന്ധം വെച്ചാൽ ഒഴിവാക്കാമായിരുന്നു എന്നൊരു പരാമർശവും ഇവിടെ ഇന്ത്യൻ സമൂഹം നടത്തുകയുണ്ടായി. ഇതൊക്കെ തന്നെയാണെങ്കിലും ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു പക്ഷേ ഡെമോക്രാറ്റ് ജയിച്ച് ബൈഡൻ വന്നു കഴിഞ്ഞാൽ ഈ ഇമിഗ്രേഷൻ നിയമത്തിലോ അല്ലെങ്കിൽ H-1B പോലുള്ള വിസകളിൽ കൂടുതൽ ഇളവ് കിട്ടും എന്ന പ്രതീക്ഷ നമുക്ക് നിൽക്കുന്നു. പക്ഷേ അവസാനമായി ഞാൻ പറഞ്ഞാൽ അമേരിക്ക ഒരു പക്ഷേ അമേരിക്കയായി നിലനിൽക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ അമേരിക്ക പണ്ട് എങ്ങനെയാണ് നിലനിൽക്കുന്നത് ആ നിലയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ട്രംപ് ഭരണം വരണം എന്നൊരു അവസ്ഥയിൽ ചിന്തിക്കുന്ന ഒത്തിരി വൈറ്റ് ആളുകളും ഇല്ലെങ്കിൽ ഇന്ന് അമേരിക്ക അതുപോലെ സ്നേഹിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട് എന്ന വസ്തുത കൂടി ഇതിനെ കൂടി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. യെസ്, തീർച്ചയായിട്ടും. ഏതായാലും ഞാൻ മറ്റ് അതിഥികളിലേക്ക് കൂടി പോകണം എന്നുണ്ടായിരുന്നു, നമ്മുടെ പ്രതിനിധികളിലേക്ക് എല്ലാവരിലേക്കും ഒരിക്കൽ കൂടി പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ സമയം അനുവദിക്കുന്നില്ല. എങ്കിലും നമുക്ക് ഈ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ അടുത്ത ബുള്ളറ്റിനുണ്ട്. അതിലേക്കൊക്കെ തന്നെ എല്ലാവരുടെയും റിപ്പോർട്ടുകളും വിലയിരുത്തലുകളും ഒക്കെ തന്നെ ആ സമയമാകുമ്പോഴേക്കുമൊക്കെ ഏകദേശം ആരായിരിക്കും അടുത്തത് എന്നുള്ളത് സംബന്ധിച്ച് വരുമോ എന്ന് നമുക്ക് നോക്കാം, കാത്തിരിക്കാം. എന്തായാലും അഭിപ്രായ സർവേകൾ പറയുന്നു ജോ ബൈഡൻ വരുമെന്ന്. അവസാന നിമിഷത്തിൽ വന്ന അഭിപ്രായ സർവേകളിലും 10% മേൽക്കൈ ബൈഡന് നൽകുന്നുണ്ട്. സ്വിംഗ് സ്റ്റേറ്റ്സുകൾ വിലയിരുത്തും എന്ന് പറയുമ്പോഴും അവസാന ചിരി ട്രംപിനാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. ഏവരും എന്ന് പറയുമ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കുകയാണ് എന്ന് പറയാതെ വയ്യ. അടുത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഏറ്റവും കടുപ്പമേറിയ തീപാറുന്ന പോരാട്ടമാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവിക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും വളരെ ശക്തമായ പ്രചാരണ പരിപാടികളാണ് പുറത്തെടുത്തത്. ഇന്ന് വിധി എഴുതുകയാണ്. മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി ആരായിരിക്കും ഇനി അടുത്ത 4 വർഷം അമേരിക്കയെ നയിക്കുക എന്നറിയുവാൻ. ഇന്ന് നമ്മോടൊപ്പം ചേർന്ന രാജീവ് ഭാസ്കർ, മധു പിള്ള, കൃഷ്ണരാജ്, ശ്രീജിത്ത് ശ്രീനിവാസൻ, രതീഷ് നായർ, പ്രമോദ് പൊന്നപ്പൻ, സുരേഷ് നായർ, ഏവർക്കും നന്ദി. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും JanamTV.com സന്ദർശിക്കുക. നമസ്തേ.